الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين സമാധാനീയരായ സത്യവിശ്വാസികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ അഭിമാനത്തോടുകൂടി സ്വഹാബത്തിനോട് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു, എന്റെ മാർഗം എന്ന് പറയുന്നത്, എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. എന്റെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്. അതേ രൂപത്തിൽ സത്യവിശ്വാസികൾ എല്ലാവരും അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന ഒന്നാണ്, നാം എല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ്, മാർഗത്തിലാണ്, ചര്യയിലാണ്. ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ സത്യവിശ്വാസികളുടെ മനസ്സകങ്ങളിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കീർത്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെ ഇട്ടുകൊടുക്കുകയാണ്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ അതിൽ തന്നെ നമുക്ക് കാണാം. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തുൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് വമില്ലതി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രികീൻ. വൈകുന്നേരവും അസ്ബഹ്ന എന്നതിന്റെ സ്ഥാനത്ത് അംസൈന എന്നാക്കി നമ്മൾ ചൊല്ലുകയും ഇവിടെ നാം പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമിന്റെ ഫിത്രത്തിൽ
അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട്, അതുപോലെ തന്നെ വകലിമത്തുൽ ഇഖ്ലാസ് ഷഹാദത്തിന്റെ നിഷ്കളങ്കമായ വചനത്തോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലായിക്കൊണ്ട്, എങ്ങനെയുള്ള ഇബ്രാഹിം നബി ഹനീഫ മുസ്ലിമ, അല്ലാഹുവിനെ സദാ കീഴൊതുങ്ങുകയും ഏറ്റവും നല്ല മനസ്സോടുകൂടി വക്രതയില്ലാതെ ഋജുമാനസനായി ജീവിച്ച ഇബ്രാഹിം നബിയുടെ മാർഗത്തിലുമായി കൊണ്ട് ഞങ്ങൾക്ക് ഇതാ പ്രഭാതം വന്നെത്തിയിരിക്കുന്നു, ഞങ്ങൾക്കിതാ പ്രദോഷം വന്നെത്തിയിരിക്കുന്നു. ആ ഇബ്രാഹിം നബി ഒരിക്കലും ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് രാവിലത്തെ പ്രാർത്ഥനയിൽ, വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ. അവിടെയെല്ലാം ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന്, ഇബ്രാഹിം നബിയുടെ ചര്യയിലാണ്, ഇബ്രാഹിം നബിയുടെ ആദർശത്തിലാണെന്ന് അഭിമാനത്തോടുകൂടി ഓരോ സത്യവിശ്വാസിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ രൂപത്തിൽ അതുപോലെ തന്നെ നാം ചൊല്ലുന്ന പ്രവാചകന് വേണ്ടി ചൊല്ലുന്ന പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത്, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും നന്മ ലഭിക്കാനാണ്, അനുഗ്രഹം ലഭിക്കാനാണ്. അത് ചൊല്ലുമ്പോൾ പോലും ഏത് രൂപത്തിൽ എന്ന് നമ്മൾ പറയുന്നത് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അല്ലാഹുവേ നീ ഏതൊരു രൂപത്തിലാണോ നന്മ ചെയ്തത്, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അല്ലാഹുവേ നീ ഏതൊരു രൂപത്തിലാണോ ബറക്കത്ത് ചൊരിഞ്ഞത്, അതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയണേ, നീ നന്മ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ലോകാവസാനം വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ മുഴുവൻ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്മരിക്കുകയാണ്, ആ ഇബ്രാഹിം നബിയെ ഓർക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയധികം സ്മരിക്കപ്പെടുന്നു? ലക്ഷക്കണക്കിന് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുമാത്രം മഹനീയമായ സ്ഥാനത്താണ്, ഈ രൂപത്തിലുള്ള കീർത്തിക്ക് കാരണഭൂതനായതെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പറ്റി സൂചിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ അദ്ദേഹത്തെ വിശിഷ്ടനായ വ്യക്തിയായി തിരഞ്ഞെടുത്തു, വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, ഇനി ആഖിറത്തിലോ, ആഖിറത്തിലും അദ്ദേഹം സാലിഹീങ്ങളുടെ കൂട്ടത്തിലാ. ഈ രൂപത്തിൽ വിശുദ്ധനായി വിശിഷ്ടനായ വ്യക്തിയായി തിരഞ്ഞെടുത്തു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു മനുഷ്യനെ പറ്റി പറയുന്നു, എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വെറും കൂട്ടുകാരനല്ല, ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. റഫീഖ് എന്നല്ല, സ്വദീഖ് എന്നല്ല, കൂട്ടുകാരൻ ഒരുപാട് പദങ്ങളുണ്ടല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വത്തഖറല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, അത്രമാത്രം വലിയ സ്നേഹം. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീമിനെ തന്റെ സ്നേഹിതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, സുഹൃത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ രൂപത്തിൽ അല്ലാഹ് ഈ ലോകത്തൊരു മനുഷ്യനെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയാ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു, ധാരാളം നന്മകൾ നൽകി. വആതീനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, ദുനിയാവിൽ ധാരാളം നന്മകൾ അദ്ദേഹത്തിന് നൽകി. നിശ്ചയമായും അദ്ദേഹം ആഖിറത്തിലും അദ്ദേഹം മധ്യനാളിലും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. മാത്രമല്ല മറ്റു നബിമാരും അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ് അഭിമാനം കൊള്ളുന്നു. മറ്റു പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം കടന്നു വന്ന നബിമാർ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്ക് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ്.
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പിൻപറ്റുന്നതോ ഞാൻ പിന്തുടരുന്നതോ എന്റെ പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും യാക്കൂബിന്റെയും പാതയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും തന്നെ അള്ളാഹുവിനെ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രം ആരാധന. ആ തൗഹീദിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഞങ്ങൾക്കും മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഫദ്ലാണതോ, അല്ലാഹു നൽകിയ അനുഗ്രഹമാണതോ. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. എന്നാൽ ജനങ്ങളിൽ അധികം ആളുകളും നന്ദി ചെയ്യുന്നവരല്ല, നന്ദി കേട് ചെയ്യുന്നവരാണ്. ഇന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുന്നിടത്തും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമാന പുരസ്സരം പ്രഖ്യാപിക്കുന്നത്, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ഇസ്ഹാഖിന്റെ യാക്കൂബിന്റെ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ പാതയിലാണ് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന തലമുറയിലെ പ്രവാചകന്മാർ അഖിലവും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുകയും ആ ഇബ്രാഹിം നബിയുടെ പാതയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നത് ആ ഇബ്രാഹിം നബിയുടെ പാത പിന്തുടരാനാണ്. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. പിന്നീട് താങ്കൾക്ക് നാം വഹീ നൽകിയിരിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ വഹീ? അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ, ഇബ്രാഹിം നബിയുടെ ചര്യയെ, ഇബ്രാഹിം നബിയുടെ പാതയെ ഋജുമാനസനായിക്കൊണ്ട് വക്രതയില്ലാതെ വളവൊട്ടുമില്ലാതെ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ. ആ ഇബ്രാഹിം നബി ഒരിക്കലും ഒരു ബഹുദൈവ വിശ്വാസി ആയിരുന്നില്ല. ഏത് മനുഷ്യനും എടുത്തു പറയാൻ പറ്റുന്ന, അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു അങ്ങനെയല്ലോ നാട്ടില് വളരെ പ്രസിദ്ധനായ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അയാൾ എന്റെ പരിചയക്കാരനാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആളാണ് എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷം. ഇതേപോലെ ഇബ്രാഹിം നബി ജീവിച്ച സമകാലികരായ ആ നാട്ടുകാർക്ക്, ഇബ്രാഹിം നബിക്ക് ശേഷം കടന്നു വന്ന തലമുറയിൽപ്പെട്ട ഓരോ മനുഷ്യർക്കും ഇബ്രാഹിം നബിയുടെ പേരിൽ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരെയും പ്രത്യേക എടുത്തെന്ന് പറഞ്ഞു, ഈ അഭിമാനം കൊള്ളുന്ന ആളുകളിൽ ഒന്നും പെട്ട ആളായിരുന്നില്ല ഇബ്രാഹിം. മുശ്രിക്കായിരുന്നില്ല. വേറെ സ്ഥലത്തെന്ന് പറഞ്ഞു യഹൂദി ആയിരുന്നില്ല. വേറെ സ്ഥലത്ത് പറഞ്ഞു നസ്രാനി ആയിരുന്നില്ല. കാരണം ഇവരൊക്കെ പറയണത് ഞങ്ങൾക്ക് ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണ്. ഈ പറയപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ്, ഇബ്രാഹിം നബി ഞങ്ങളിൽ നിന്നാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞു അല്ല, ഇബ്രാഹിം നബി മുസ്ലിമായിരുന്നു. ഇബ്രാഹിം നബി മുസ്ലിമായിരുന്നു. വക്രതയില്ലാതെ ഏകനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു പറയുകയാണ്, മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. അവകാശവാദങ്ങളൊന്നും വേണ്ട. അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല, അദ്ദേഹം യഹൂദിയായിരുന്നില്ല, അദ്ദേഹം നസ്രാനിയായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നു ഹനീഫൻ മുസ്ലിമ, ഋജുമാനസനായി അല്ലാഹുവിന് കീഴ്പ്പെട്ട വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയോട് അടുപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഇബ്രാഹിം നബിയുടെ പേരിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ? ആ ഇബ്രാഹിം നബി നിങ്ങളുടെ ആളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? എങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഉ. ആ ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്തത് ആരാണ്? ആ ഇബ്രാഹിം നബി കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നതാരാണോ, ആ ഇബ്രാഹിം നബി വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്നവൻ, ആ ഇബ്രാഹിം നബി പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്നവൻ, ആ ഇബ്രാഹിം നബിയുടെ ആദർശത്തെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുന്നവൻ, അവനാകുന്നു ഇബ്രാഹിം നബിയോട് നിശ്ചയമായും ഏറ്റവും അടുത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചര്യയെ പിൻപറ്റുക. ഇബ്രാഹിം ഹനീഫ,
വമാ കാന മിനൽ മുശ്രികീൻ. എത്ര ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, എത്രയോ ആയത്തുകളിൽ. കാരണം അത്രമാത്രം വിശിഷ്ടനായ ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി ഓരോരുത്തരും ഇങ്ങനെ അവകാശവാദങ്ങളുമായി കടന്നു വരുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, വിഗ്രഹാരാധനയ്ക്കെതിരെ ഇത്രമാത്രം പോരാടിയ ഒരു മനുഷ്യന്റെ ജീവിതം, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി തന്റെ ആയുസ്, തന്റെ യൗവനം എല്ലാം ചെലവഴിച്ചൊരു വ്യക്തി. എന്നിട്ട് റസൂലുള്ളാഹിയും സഹാബത്തും മക്ക വിജയത്തിന്റെ അന്ന് മക്കയിലേക്ക് പ്രവേശിച്ച് കഅബയുടെ ഉള്ളിൽ പ്രവേശിച്ച് കഅബയിൽ നിന്ന് ആദ്യമായി എടുത്തു പുറത്താക്കുന്ന വിഗ്രഹം ഏതാണെന്നറിയോ? ഏതൊരു മനുഷ്യനാണോ തന്റെ ആയുസ്സിൽ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തത്, ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമായിരുന്നു കഅബയുടെ ഉള്ളിൽ. ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹമായിരുന്നു കഅബയുടെ ഉള്ളിൽ. കാരണം അവരും പറഞ്ഞു, ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ്. മുശ്രിക്കുകൾ പറഞ്ഞു, യഹൂദർ പറഞ്ഞു, നസാറാക്കൾ പറഞ്ഞു, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം നബി. എന്നാൽ അല്ലാഹു പറഞ്ഞു, അല്ല, ഇബ്രാഹിം നബി മുസ്ലിമായിരുന്നു, ഇബ്രാഹിം നബി ഏകദൈവ വിശ്വാസിയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഏതൊരു മനുഷ്യനും പിൻപറ്റാൻ ഏറ്റവും ഉത്തമമായ മാതൃക അദ്ദേഹത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ, ഇബ്രാഹിം നബിയുടെ ഭാര്യമാരിൽ, ഇബ്രാഹിം നബിയുടെ മക്കളിൽ, പേരമക്കളിൽ, ആ രൂപത്തിൽ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിലും ഇബ്രാഹിം നബിയിലും നിങ്ങൾക്ക് പിൻപറ്റാവുന്ന ഉദാത്തമായ മാതൃകയുണ്ട്. ഏറ്റവും നല്ലൊരു പിതാവ് എന്നുള്ള നിലക്ക്, ഏറ്റവും നല്ലൊരു പ്രബോധകൻ എന്നുള്ള നിലക്ക്, ഏറ്റവും നല്ലൊരു നേതാവ് എന്നുള്ള നിലക്ക്, ഏറ്റവും നല്ല ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക്, അതുപോലെ ഹാജറ ബീവിയുടെ ചരിത്രം, സാറാ ബീവിയുടെ ചരിത്രം, ഏറ്റവും നല്ല ഭാര്യമാർ, ഏറ്റവും നല്ല ഉമ്മമാർ, മക്കളുടെ കാര്യത്തിൽ ഇസ്മായിൽ നബിയുടെ ചരിത്രം, ഇസ്ഹാഖ് നബിയുടെ ചരിത്രം, ഏത് രൂപത്തിലെടുത്താലും ആ നബിയിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഒരു മനുഷ്യനെ പറ്റി അല്ലാഹു പറയാണ്, അദ്ദേഹം ഒരു സമൂഹമായിരുന്നു, ഒരാളായിരുന്നല്ല. ഒരേ ഒരു വ്യക്തിയെ പറ്റി അല്ലാഹു പറയാണ്, ഒരു മനുഷ്യൻ എന്നല്ല പറഞ്ഞത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ. നിശ്ചയമായും ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമൂഹമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിത്വം, അതുപോലെ തന്നെ വക്രതയില്ലാതെ, വളവില്ലാതെ, കാപട്യമില്ലാതെ ജീവിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹം ബഹുദൈവ വിശ്വാസി ആയിരുന്നില്ല. ഓരോ പോയിന്റ് ആയിട്ടെന്ന് പറയാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. നിശ്ചയമായും ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു. എന്തേ അങ്ങനെ പറയാ? ഒരു സമൂഹം മുഴുവൻ ചെയ്യേണ്ട ജോലി ഒറ്റയ്ക്ക് ചെയ്തു. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ദഅവത്തിന്റെ രംഗത്ത് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ അവിടെ ആളില്ല, ഞാൻ ഒറ്റക്കാണ്, ഒന്നും നടക്കുന്നില്ല, യൂണിറ്റ് നിശ്ചലമാണ്. ഇങ്ങനെ പല രൂപത്തിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ന്യായങ്ങൾ ബോധ്യപ്പെടുത്തുവാനും നമ്മൾ സാധിക്കുമ്പോ ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. നിശ്ചയമായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും അതുപോലെ ചെയ്യുന്നവരുണ്ട്. ഊണിലും ഉറക്കത്തിലും ഒക്കെ ദഅവത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, അൽഫിത്രക്ക് വേണ്ടി ഇങ്ങനെ പല രൂപത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇബ്രാഹിം നബിയുടെ മാതൃകയെ പിൻപറ്റിയ മനുഷ്യന്മാർ. അല്ലാഹു പറയാണ്, ഒരു സമൂഹത്തിന്റെ ജോലി ഒറ്റയ്ക്ക് ചെയ്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ട്, ഭക്തിയോടുകൂടി അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹനീഫ. അദ്ദേഹം ഋജുമാനസനായിരുന്നു. ഒരു കാപ്പട്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ രൂപത്തിലുള്ള ഗുണഗണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നു. വലം യകു മിനൽ മുശ്രികീൻ. അതേ രൂപത്തിൽ അദ്ദേഹം ഒരിക്കലും ശിർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസി ആയിരുന്നില്ല എന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നു. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശാകിറൻ ലിഅൻഉമിഹി ജതബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം.
അള്ളാഹു നൽകിയ ഏതൊരു അനുഗ്രഹത്തിനും അള്ളാഹ് ധാരാളം കണക്കിന് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ വ്യക്തിത്വമാണ്. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിച്ചുകൊണ്ട് അമ്മയുടെ മാർഗത്തിലേക്ക് മുൻകടന്ന വ്യക്തിത്വമായിരുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ നന്ദികേട്, ഏതേത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ഏതേത് നന്മകൾ ലഭിച്ചാലും നന്ദികേട് മനുഷ്യന്റെ മുഖമുദ്രയാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ആദിയാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. യുദ്ധരംഗത്തേക്ക് കുതിച്ചു പായുന്ന കുതിരകളെ ഉദാഹരണമായി എടുത്തു പറഞ്ഞുകൊണ്ട് അവയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. വൽ ആദിയാത്തി ളുബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ എന്ന് തുടങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. യുദ്ധരംഗത്തേക്ക് ശീഘ്രഗതിയിൽ കുതിക്കുന്ന പ്രഭാതത്തിൽ കുതിച്ചുകൊണ്ട് ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് തന്റെ ജീവിതം പോലും നോക്കാതെ എടുത്തു ചാടുന്ന യുദ്ധക്കുതിരകളുണ്ട്. അവയുടെ കുളമ്പുകൾ കല്ലിൽ തട്ടി തീപ്പൊരി പറക്കുന്നുണ്ട്. അത്രമാത്രം ത്യാഗം സഹിച്ച് ജീവൻ ത്യജിക്കുവാൻ തന്റെ പുറത്തിരിക്കുന്ന മനുഷ്യനാകുന്ന പോരാളിയായ ആ യജമാനനായ മനുഷ്യന് വേണ്ടിയാണ് കുതിര ഇത്രമാത്രം വലിയ ത്യാഗം സഹിക്കുന്നത്. യുദ്ധരംഗത്ത് വലിയ വലിയ ത്യാഗങ്ങൾ സഹിച്ച കുതിരകളെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യജമാനന്റെ ശരീരത്തിൽ ഒരു പോറലേൽക്കാതെ തന്റെ ശരീരത്തിൽ വെട്ടും കുത്തും ഏറ്റുവാങ്ങിയ കുതിരകളുണ്ട്, ജീവൻ ത്യജിച്ച കുതിരകളുണ്ട്. ആ കുതിര നന്ദി കാണിച്ചത് എന്തിനാണെന്നറിയോ? ഒരു പുല്ലിനു വേണ്ടി, അതല്ലെങ്കിൽ തനിക്ക് താമസവും വെള്ളവും ഒരുക്കി തന്ന മനുഷ്യനാകുന്ന യജമാനന് വേണ്ടിയാണ്. ഇത്രമാത്രം യുദ്ധരംഗത്ത് ത്യാഗം സഹിച്ച കുതിരയെ എടുത്തു പറഞ്ഞ് സത്യം ചെയ്തു പറഞ്ഞെന്ന് പറയുകയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് കനൂദാണ്, നന്ദികെട്ടവനാണ്. നിശ്ചയമായും അവൻ നന്ദികെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത്രയും നന്ദി കാണിക്കുന്ന ഒരു മൃഗത്തെ, ഇത്രയും നന്ദി കാണിക്കുന്ന ജീവൻ കൊടുക്കുന്ന ഒരു മൃഗത്തെ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ മനുഷ്യൻ അല്ലാഹു ചൊരിഞ്ഞിട്ട് മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ഇബ്രാഹിം നബി അങ്ങനെയായിരുന്നില്ല. ശാകിറൻ ലി അൻഉമിഹി, അല്ലാഹു നൽകിയ ഓരോ അനുഗ്രഹത്തിനും നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പൂർണ്ണമായ അനുസരണമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് നീ കീഴടങ്ങുക എന്നൊരു വാക്ക് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് ഞാനിതാ കീഴടങ്ങിയിരിക്കുന്നു എന്നാണ്. ഈ രൂപത്തിൽ ഒരുപാട് ഗുണഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. പശ്ചാത്തപിച്ചു മടങ്ങുന്ന, ഏത് രൂപത്തിലും അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്ന, കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയായി ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പ്രബോധനം ചെയ്തു. തന്റെ വീട്ടിൽ തന്നെ താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ വാപ്പ, താൻ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ, താൻ ഏതൊരു തൗഹീദിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, ആ തൗഹീദിനെതിരിൽ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ആ വിഗ്രഹങ്ങളെ കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ബാപ്പയോട് സ്നേഹത്തോടുകൂടി ഇബ്രാഹിം നബി ചോദിക്കുന്ന ചോദ്യമാണ്, ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാൻ കഴിയാത്ത ബാപ്പ, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെയാണോ നിങ്ങൾ വിളിച്ചു നേടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ ബാപ്പയോട് പ്രബോധനം ചെയ്യുന്ന മകനെ ഇബ്രാഹിം നബിയിൽ നമുക്ക് കാണാം. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് കിരാതനായ നമ്രൂദ് എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ ചെല്ലുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും താനാണ് ഏറ്റവും വലിയവനെന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ കിരാതനായ ചക്രവർത്തിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് തൗഹീദിന്റെ സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന ദൗത്യം നിർവഹിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്രൂദും കൂട്ടാളികളും തീയിലേക്ക് വലിച്ചെറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തീ ഇങ്ങനെ ആളിക്കത്തിക്കുകയാണ്. വിറക് കെട്ടുകളുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇബ്രാഹിം നബിയെ കത്തിക്കുന്നതിന് വേണ്ടി നേർച്ച നേരുകയാണ്. അങ്ങനെ ഒരുക്കപ്പെട്ട അഗ്നിയിലേക്ക് വിവസ്ത്രനായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവേശിക്കുമ്പോൾ, ഇബ്രാഹിം നബിയെ ആ തീയിലേക്ക് എടുത്തെറിയുമ്പോൾ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണാം. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ ഇബ്നു അബ്ബാസ് ഖാൽ കാന ആഖിറ ഖൗലി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാരി ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവസാനമായി അദ്ദേഹം പറഞ്ഞ വാക്ക്
വാക്ക് ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. എനിക്കല്ല മതി, എനിക്കല്ല മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന ആ ഒരു കലിമത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാരുടെ മുന്നിലാണ് പ്രഖ്യാപിച്ചതെന്നറിയുമോ? അഗ്നിയിലേക്ക് എറിയപ്പെടുമ്പോ നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളും മാത്രമുള്ള ആ സമയത്ത് കടന്നു വരുന്ന മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ജിബ്രീലിന്റെ സഹായ വാഗ്ദാനത്തിന് മുന്നിലാണ് ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുന്നത്. മലക്കിനോട് പറയാൻ, നിന്റെ സഹായമല്ല, നിന്റെ സഹായമല്ല, ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി, വനിഅമൽ വകീൽ, എന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുവാൻ അല്ലാഹു പോന്നവനാണ് എന്ന തീയുടെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയുടെ പ്രകൃതം നൽകിയ അല്ലാഹു, അതിന് ചൂട്, ആ ചൂട് നൽകിയ, കരിക്കുവാനുള്ള പ്രകൃതം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയോട് കൽപ്പിക്കുകയാണ്, ഖുൽനാ യാ നാറു കുനി ബർദ വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീയേ, നീ ഇബ്രാഹിമിന്റെ തണുപ്പ് നൽകുക, നീ ഇബ്രാഹിമിന്റെ സമാധാനം നൽകുക. തീന്റെ പ്രകൃതമല്ല തണുപ്പ്, തീന്റെ പ്രകൃതമല്ല സമാധാനം, തീന്റെ പ്രകൃതം ചൂടാണ്, കരിച്ചു കളയിലാണ്. എന്നാൽ തീക്കാ പ്രകൃതം നൽകിയ തമ്പുരാൻ അല്ലാഹു കൽപ്പിക്കുന്നു, തീയെ നീ തണുപ്പ് നൽകുക, നീ സമാധാനമായി മാറുക. ഇബ്രാഹിം നബി ഒരു പോറൽ പോലും ഏൽക്കാതെ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, നാളെ സ്വർഗ്ഗലോകത്ത് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം, തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് വേണ്ടി സമൂഹത്തിന് മുന്നിൽ പരസ്യമായി കൊണ്ട് തന്റെ വസ്ത്രം നഷ്ടപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി. അതുകൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു പരലോകത്ത് ആദരിക്കുകയാണ്. പരലോകത്ത് സ്വർഗ്ഗത്തിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആ ഇബ്രാഹിം നബിയെ അല്ലാഹ് അനാദരിക്കുകയില്ല എന്ന് ഇബ്രാഹിം നബിക്ക് വാഗ്ദാനം നൽകുകയാണ്. എന്നാൽ വിഗ്രഹാരാധകനായ, വിഗ്രഹങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ ആസറിനെ, പിതാവായ ആസറിനെ നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോ ഇബ്രാഹിം നബി അല്ലാഹുവുമായി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അതും ഹദീസുകളിൽ നമുക്ക് കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നു. തന്റെ വാപ്പയെ നരകത്തിലേക്ക് വലിച്ചിഴക്കുമ്പോ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുവേ, അല്ലാഹുവേ, നീ എന്നെ അപമാനിക്കില്ല എന്ന് എനിക്ക് വാക്കു തന്നതല്ലേ. സ്വന്തം വാപ്പ നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ വലിയ അപമാനം എനിക്ക് വേറെ എന്താണുള്ളത് എന്ന് അവസാനമായി ചോദിക്കുമ്പോ ഇബ്രാഹിം, നീ ഒന്ന് നോക്കുക എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി നോക്കുകയാണ്. വാപ്പ നിന്ന സ്ഥാനത്ത് വാപ്പയില്ല, വാപ്പയുടെ രൂപമല്ല, മറ്റൊരു മൃഗത്തിന്റെ രൂപമാക്കി മാറ്റിക്കൊണ്ട്, വാപ്പയുടെ രൂപം തന്നെ മാറ്റിക്കൊണ്ടാണ്, ഒരു മൃഗമാക്കി മാറ്റിക്കൊണ്ടാണ് അല്ലാഹു നരകത്തിലേക്ക് എറിയുന്നത്. അത്രമാത്രം ഇബ്രാഹിം നബിയെ അപമാനിക്കില്ല. ഇബ്രാഹിം നബിയുടെ പേര്, ഇബ്രാഹിം നബിയുടെ കീർത്തി ലോകാവസാനം വരെ ഉയർത്തുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയതാണ്. ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മക്കയിൽ, കാട് പിടിച്ച മക്കയിൽ ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും കൊണ്ടാക്കുന്ന ഒരു മക്കയുണ്ട്, കാട് പിടിച്ച ഒരു മക്കയുണ്ട്, ഉശരമായ ഒരു മക്കയുണ്ട്. ആ മക്കൾക്ക് വേണ്ടി, ആ മക്കൾക്ക് വേണ്ടി അന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ, ആ സമൂഹത്തിൽ ഒരു പ്രവാചകൻ വരണം, അല്ലാഹുവേ, ആ സമൂഹത്തിൽ ഒരു പ്രവാചകൻ വരണം. ആ പ്രവാചകന്റെ പ്രത്യേകത എന്തെന്നറിയോ? നിന്റെ ആയത്തുകൾ ഓതുന്ന പ്രവാചകനാവണം. അല്ലാഹുവേ, നിന്റെ ആയത്തുകൾക്ക് വിശദീകരണം നൽകിക്കൊണ്ട് അവർക്ക് തസ്കിയത്ത് നൽകുന്ന പ്രവാചകനാവണം. അല്ലാഹുവേ, അവർക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകനാവണം. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തിട്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, അന ദഅവത അബീ ഇബ്രാഹിം, അന ദഅവത അബീ ഇബ്രാഹിം, എന്റെ വാപ്പയായ, എന്റെ വാപ്പ കാരണവരായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. ആ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിറന്നു വീഴുന്നത്. ഈ രൂപത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തൗഹീദിന്റെ, വിശ്വാസത്തിന്റെ, സമർപ്പണത്തിന്റെ വലിയ മാതൃകകളെ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മാതൃകയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം യുക്തിബോധത്തോടു കൂടി തന്നെയായിരുന്നു പ്രബോധനം നടത്തിയത്. നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യർക്ക് മുന്നിൽ കടന്നു വന്നുകൊണ്ട്
قال هذا ربي فلما أفل قال لا أحب الآفلين. ചന്ദ്രൻ ഉദിക്കുമ്പോ, നക്ഷത്രങ്ങൾ ഉദയം കൊള്ളുമ്പോ, ഉദിച്ച ആ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അലഹദാ റബ്ബി, ഇതാകുന്നു എന്റെ രക്ഷിതാവ്. ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. അങ്ങനെ നക്ഷത്രങ്ങളൊക്കെ മറഞ്ഞു പോയപ്പോ ഇബ്രാഹിം നബി അവരുടെ യുക്തിബോധത്തെ ഉണർത്തുകയാണ്. ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരു രക്ഷിതാവ്, അങ്ങനത്തെ രക്ഷിതാവ് എനിക്ക് വേണ്ട. എന്റെ രക്ഷിതാവിന് ഉറക്കമില്ല, മയക്കമില്ല, അവസാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യരുടെ യുക്തിബോധത്തെ തൊട്ടുണർത്തിയ മഹാനായ പ്രബോധകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രബോധനത്തിന്റെ മാതൃകയെ, ആ വിശ്വാസത്തിന്റെ മാതൃകയെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹ്ഹിദുകളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുവഹ്ഹിദുകളിൽ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ والحمد لله رب العالمين. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സൂചിപ്പിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഏതാനും ചില ഏടുകളാണ്. എന്തുകൊണ്ടാണ് അഭിമാനത്തോടുകൂടി ഓരോ മനുഷ്യനും ഞാൻ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്നത് എന്നതിന്റെ കാരണങ്ങളാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിശ്വാസത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി ജീവിച്ച് അള്ളാഹുവിനോട് അങ്ങേയറ്റം പ്രാർത്ഥിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. ഏതൊരു കാര്യവും ദുആ ചെയ്തുകൊണ്ട് നേടിയെടുത്തൊരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി. ഒരുപാട് കാലം പ്രായം ചെന്നെത്തിയിട്ടും കുട്ടികളില്ലാത്ത പ്രയാസം വന്നപ്പോ ഇബ്രാഹിം നബി തളർന്നില്ല. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന മേഖലകൾ, കുട്ടികളില്ലാതെ കുറെ വർഷം കടക്കുമ്പോ അപ്പൊ നേരെ പോകും ഏതെങ്കിലും ഒരു ഖബറിന്റെ മുകളിലേക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാർത്തിങ്കിലേക്ക്. ആ രൂപത്തിൽ പല പരീക്ഷണങ്ങളും കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരാറുള്ളത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങളുടെ മുന്നിലും അള്ളാഹു മാത്രം സമർപ്പിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുത്ത വ്യക്തിത്വമായിരുന്നു. അങ്ങനെയാണ് ഇസ്മായിൽ നബിയെ കിട്ടുന്നത്, അങ്ങനെയാണ് ഇസ്ഹാഖ് നബിയെ കിട്ടുന്നത്. അതുപോലെ തന്നെ ആ കഅബയുടെ പുനരുദ്ധാന കർമ്മം നിർവഹിച്ചതിനു ശേഷവും ഇബ്രാഹിം നബി തീരുമാനിച്ചില്ല ഇനിയൊന്ന് വിശ്രമിക്കാം. അള്ളാഹ് പറഞ്ഞ പണിയല്ലേ അള്ളാഹ് സ്വീകരിക്കും. ആ കഅബയ്ക്ക് വേണ്ടി കല്ലും മണ്ണും ചുമന്നുകൊണ്ട് താനും മകനും പണിയെടുത്തതിന്റെ പൂർത്തിയാക്കിയപ്പോ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഈ പണി പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇന്നക അൻതസ് സമീഉൽ അലീം, നിശ്ചയമായും നീ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഇങ്ങനെ ധാരാളം കണക്കിന് പ്രാർത്ഥനകൾ ഇബ്രാഹിം നബിയുടേതായി വന്നിട്ടുണ്ട്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, അവരുടെ ചോദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ്, ഇതൊക്കെ പഠിപ്പിച്ച്, ഈ ചരിത്രമൊക്കെ കാണിച്ചു അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് ഞാൻ ആമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത്, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സാ. സ്വയം വിഡ്ഢിയാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ നിന്ന് വിട്ടു തിരിയുക, അതിനെ മാറ്റിവെക്കുക, നിരാകരിക്കുക? സ്വയം വിഡ്ഢിയാക്കിയവനല്ലാതെ ആർക്കാണ് അതിന് സാധിക്കുക? ഇത്രമാത്രം ഉദാത്തമായ മാതൃകകൾ തന്നൊരു മനുഷ്യന്റെ ജീവിതത്തെ, ആ മാതൃകകളെ വിട്ടുകൊണ്ട് തന്നിഷ്ടത്തെ പിൻപറ്റി ജീവിക്കുന്നവൻ വിഡ്ഢിയല്ലാതെ മറ്റാരാണ്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, അദ്ദേഹത്തെ ദുനിയാവിൽ നാം പരിശുദ്ധനാക്കി, വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, നാളെ ആഖിറത്തിലും അദ്ദേഹം സദ്വൃത്തരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 130-ാമത്തെ ആയത്ത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ച ആ പ്രവാചകന്റെ മില്ലത്തിലാണ് നാം ഓരോരുത്തരും അഭിമാനത്തോടു കൂടി ജീവിക്കുക. അതോടൊപ്പം ആ ആദർശത്തെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ മില്ലത്തിൽ ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ ഫദ്ല് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ, അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, പണ്ഡിതന്മാർ അവരുടെ ബർസഖിയായ ലോകത്ത് സമാധാനവും സമാശ്വാസവും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്കും വരും തലമുറകൾക്കും ഈ ആദർശം അനുസരിച്ച് നിർഭയത്വത്തോടുകൂടി ഞങ്ങളുടെ നാടുകളിൽ തന്നെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ലോകത്തെമ്പാടും ഈ ആദർശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നിർഭയത്വവും സമീപസ്ഥമായ സഹായവും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വലിയ മഴ കൊണ്ട് നീ പരീക്ഷിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാം അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ നന്മകളും ഞങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും എല്ലാം നിന്റെ മുന്നിൽ വെക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.